അസ്സലാമു അലൈക്കും റമദാൻ കരീം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അൽഹംദുലില്ലാ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണേ. അപ്പോൾ രാവിലെ തന്നെ അത്താഴത്തിന് കുറച്ച് നേരത്തെ എഴുന്നേൽക്കണമെന്ന് വിചാരിച്ചാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഫുഡ് അടിയുടെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ കറിയുടെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു, അത് തന്നെയാണ് അത്താഴത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പുട്ടും ചിക്കൻ കറിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് ഹേസുട്ടനുള്ള കുറുക്കൊക്കെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. വാപ്പച്ചിക്കുള്ള ഓട്സും കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ബാങ്ക് കേട്ടിട്ടുണ്ടായിരുന്നേ. ഇന്നലെ എഡിറ്റ് ചെയ്തിട്ട് കിടന്ന സമയത്ത് നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാ എല്ലാ ദിവസവും 1 മണിക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ റമദാനിലെ വ്ളോഗുകൾ ഇൻഷാ അല്ലാ 1 മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നോക്കാം കേട്ടോ. അപ്പോൾ എഡിറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ നോമ്പൊക്കെ പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോട്ടോ. അങ്ങനെ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൺസിഡർ ചെയ്തിരിക്കണേ. ഇവനെയും കൊണ്ട് കുറച്ച് പാടാണ്, എങ്കിലും ഞാൻ മാക്സിമം നോക്കാം. ഈ ഒരു റമദാൻ സീരീസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹം. ഇൻഷാ അല്ലാ ഞാൻ മാക്സിമം നോക്കും കേട്ടോ. ഹേസൂട്ടൻ ഭാഗ്യത്തിന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഹേസൂട്ടൻ ഉറങ്ങിക്കഴിഞ്ഞാൽ വീട് ഉറങ്ങുമെന്ന് എല്ലാവരും പറയും കേട്ടോ. അതുപോലെ തന്നെയാണ് ഹേസൂട്ടൻ ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു വല്ലായ്മയാണ്. എന്നാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പണിയാവുന്നത് കൊണ്ട് തന്നെ വോയിസും എഡിറ്റൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഹേസൂട്ടൻ ഉറങ്ങുന്നതാണ് ഈ ഒരു ടൈമിൽ നല്ലത്. നമസ്കരിക്കാനാണെന്നുണ്ടെങ്കിലും ഓതാനൊക്കെ ആണെന്നുണ്ടെങ്കിലും കേട്ടോ. അതുകൊണ്ട് ഉറങ്ങുന്ന സമയത്ത് ചെറിയൊരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും എൻ്റെ ജോലികൾ തീർക്കുമെന്നുള്ളൊരു സമാധാനം ഉണ്ട്. അതിനുശേഷം ഹേസുട്ടൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് കുറച്ച് നേരം ഒന്ന് ഉറങ്ങാമെന്നുള്ളൊരു ആശ്വാസത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ബാങ്കൊക്കെ കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഖുർആൻ ഓതുകയാണ്. ലൈറ്റൊന്നും ഇട്ടില്ല കേട്ടോ. ഹേസുട്ടൻ ഉണർന്നാലോ എന്ന് പേടിച്ചിട്ട് ലൈറ്റൊന്നും ഇടാതെയാണ് കേട്ടോ ഖുർആൻ ഓതിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം നമ്മുടെ കുഞ്ഞു പാണ്ടായും ഉണ്ട്. അപ്പോൾ ഇവന് നല്ല വെട്ടമാണ് കേട്ടോ, അത്യാവശ്യം കാണാനൊക്കെ പറ്റുന്നുണ്ട്. അതിനുശേഷം വീഡിയോസൊക്കെ വോയിസ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഹേസുട്ടൻ്റെ കൂടെ തന്നെ ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നേ. ഒരു 1-2 മണിക്കൂർ മാക്സിമം കേട്ടോ. അത് കഴിയുമ്പോൾ ഹേസുട്ട് എഴുന്നേൽക്കാറുണ്ട്. അങ്ങനെ ഹേസുട്ട് എഴുന്നേറ്റിട്ട് നേരെ പുറത്തുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് രാവിലെ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് ആൾ ഫുള്ളൊന്ന് നോക്കാറുണ്ട്, എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചെറിയൊരു തുമ്മലുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് സൗണ്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ രാവിലത്തെ ഒരു ചെറിയ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറിയിട്ടുണ്ട് ആൾ. അതിനുശേഷം ഞാൻ കുറുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കുറുക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് പാടെ തന്നെ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് കൊടുക്കും. ഇത് ഹെൽത്ത് മിക്സ് ആണ്. ഇതിൽ നട്ട്സ് പൗഡറും കാര്യങ്ങളും കൂടെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗീയും കൂടെയൊക്കെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കിളികൾക്ക് കുറച്ച് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ തിനയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിനയൊക്കെ ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് തുളസി ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. തുളസി ഇല ഭയങ്കര ഇഷ്ടമാണ്, ഞവര ഇലയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ചീരകളും അങ്ങനെയുള്ള തളിരിലകളും അത്യാവശ്യം ഔഷധ ചെടികളും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ, അങ്ങനെ അസുഖങ്ങളൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഹേസുട്ടിന് ഈ ഒരു സ്കൂട്ടിയിൽ ഇരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതുവരെ അവനെ പുറത്തേക്കൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ സ്കൂട്ടിയിൽ. പുറത്ത് ഒന്ന് കടയിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ തിരിച്ച് വന്നിട്ട് ഹേസുട്ടൻ കരഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കും. അത് ഫ്രണ്ടിൽ ഇൻ്റർലോക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ, വലുതായിട്ട് പോയില്ല. കാരണം ആൾക്ക് പിടിച്ച് നിൽക്കാനായിട്ട് അറിയില്ല, അതുകൊണ്ട് പതുക്കെ ഒന്ന് ഉരുട്ടുക മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ ഫ്രണ്ടിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കിളികൾക്കുള്ള ഫുഡ് ഇട്ട് കൊടുത്തതിന് ശേഷം കിളികൾ ഇങ്ങനെ കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്ന് എത്തി നോക്കുകയായിരുന്നേ. ആദ്യമൊക്കെ കൊണ്ടുവന്ന സമയത്ത് ഈ കഴിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര പാടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് കഴിക്കുകയില്ല. പിന്നീട് നമ്മൾ മാറി നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഒളിച്ചൊക്കെ നിന്നിട്ട് വേണം കാണാനായിട്ട്, ഇത് കഴിക്കുന്നത് കാണാനായിട്ട്. എനിക്ക് ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ ഈ തിനിയുടെ ഉള്ളിലിരിക്കുന്ന ആ ഒരു ഐറ്റമാണ് കഴിക്കണേന്നുള്ളത്. പിന്നീടാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇത് മുഴുവനായിട്ടും കഴിക്കുമെന്നുള്ളതാണ്. ഞാനൊരു 8ൽ പഠിക്കുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ആദ്യമായിട്ട് ലവ് ബേർഡ്സിനെ വാങ്ങുന്നത്. അന്നൊരു പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇതേപോലെ തിനി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചു അത് കഴിക്കുന്നില്ല, കൂടൊക്കെ മാറിയതിന് പ്രശ്നം കാരണം കഴിക്കുന്നില്ല എന്നാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കഴിച്ചിട്ട് ആ ഒരു തോട് അങ്ങനെ തന്നെ ഇട്ടേക്കുമായിരുന്നേ ആ ഒരു തിനയുടെ. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നീടാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എനിക്ക് അത് ഓർമ്മ വരും കേട്ടോ. അങ്ങനെ തുളസി ഇല പറിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന തുളസിയൊക്കെ തീരാറായി. ഓൾറെഡി ഹേസുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സമയത്തൊക്കെ പറിച്ച് കഴിക്കാറുണ്ട്. പിന്നെ കുറേ ഇലയൊക്കെ പറിച്ച് കളയാറുമുണ്ട്. അപ്പോൾ മഴയാവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കിളിർത്ത് വരുന്നുണ്ട്. പക്ഷേ അതിനപ്പുറമായിട്ട് ഹേസുട്ടൻ അത് പറിച്ച് കളയാറുമുണ്ട്. അപ്പോൾ ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടിയൊക്കെ പുറത്ത് നിന്ന് കളിച്ചിട്ട് അകത്ത് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ദേഹമൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു.
കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഡ്രസ്സൊക്കെ മാറ്റി ദേഹമൊക്കെ കഴുകി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ആൾക്ക് ചെറിയൊരു ചൂട് പോലെ ഉണ്ട്. അത് പുറത്തൊന്ന് കളിച്ചേണ്ടതാണോ എന്തോ അറിയില്ല. എന്തായാലും ചെറിയൊരു ചൂടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പുറത്തേക്ക് ഇറക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് തന്നെ ദേഹമൊക്കെ കഴുകിയിട്ട് അകത്ത് മാക്സിമം നിർത്തിയിട്ടുണ്ടായിരുന്നു. ടോയ്സും TV ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് കാർട്ടൂണും കാര്യങ്ങളൊക്കെ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് കാർട്ടൂണൊക്കെ TV-യിലുള്ളത് കാണാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണൂല അവന്. ഹീസുട്ടനെ ആകെ ഇഷ്ടമുള്ളത് ലിറ്റിൽ കൃഷ്ണയും ഹൈഡിയാണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴും കാണില്ല, വല്ലപ്പോഴും മാത്രമേ കാണുള്ളൂ. നമ്മൾ പാട്ടൊക്കെ പാടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ പാട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഒക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് കേട്ടോ കൂടുതലും ആൾക്ക് ഇഷ്ടമുള്ള ഹോബി എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് കിളികളത്തെ കാര്യം പറയാനും കോഴിക്കൂട്ടിൽ പോവാനും അതേപോലെ കോഴികളെ കാണാനും പൂച്ചയെടുത്ത് സംസാരിക്കാനും പൂച്ചയെ പിടിക്കാനും ഇതൊക്കെയാണ് ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുടെ എൻ്റർടൈൻമെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹീസുട്ടന് സ്നാക്കായിട്ട് മുട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു കാർട്ടൂണും വെച്ച് കൊടുത്തിട്ട് നൈസായിട്ട് ഞാൻ വന്നത് ഫ്രിഡ്ജ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് റമദാൻ ഫസ്റ്റ് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ടാണ് തലേദിവസം കണ്ടാണ് കേട്ടോ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. അന്ന് ക്ലീൻ ചെയ്തിട്ട സമയത്ത് വെജിറ്റബിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അറിയാമല്ലോ റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും ലെഫ്റ്റ് ഓവേഴ്സ് എല്ലാം ബാക്കി വന്നത് ഐറ്റംസ് എല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. ഇന്ന് തുറന്ന് നോക്കിയ സമയത്ത് ഒട്ടും സ്പേസ് ഇല്ല കേട്ടോ. എല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് ഒട്ടും തന്നെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ എല്ലാ ദിവസവും നോർമൽ ഇതേപോലെ തന്നെയാണ്. രാവിലെ വെച്ചിട്ടുണ്ടായിരുന്ന ഫുഡ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. കറികൾ ബാക്കി വന്നു കഴിഞ്ഞാൽ എടുത്ത് വെക്കും. എന്തെങ്കിലും ഐറ്റംസ് ഇതേപോലെ മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് ബാക്കിയുണ്ടെങ്കിൽ ജ്യൂസ് ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് ബാക്കി വെക്കും കേട്ടോ. ഇതൊന്നും പിന്നീട് എടുക്കത്തില്ല എന്നുള്ളതാണ് നഗ്നമായ ഒരു സത്യം. അതുകൊണ്ട് തന്നെ ഇതെല്ലായിടത്തും മാറ്റാനായിട്ട് പോവുകയാണ് കേട്ടോ. കോഴി ഉള്ളത് കൊണ്ട് കോഴിക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങനെ ഫ്രിഡ്ജിൽ ബാക്കി വരുന്ന ഒരുപാട് ഐറ്റംസ് കാണും. അതൊക്കെ നേരിട്ട് കോഴികൾക്ക് കൊടുക്കാറില്ല, നമ്മളിങ്ങനെ വേവിച്ചിട്ട് കോഴിക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. അല്ലാതെ കോഴികൾക്ക് കൊടുക്കാൻ പറ്റാത്ത വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പോസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാനായിട്ട് എടുക്കാറുണ്ട് കേട്ടോ. ബാബുജി തന്നെ ഇവിടെ കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മിക്സ് ചെയ്തിടും. അപ്പോൾ അത് അഴുകിയിട്ട് പിന്നീട് നമുക്ക് ചെടികൾക്കുള്ള വളമായിട്ട് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബാക്കി ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഇത്രയും വിചാരിച്ചില്ല. ഒരുപാട് നേരം അവിടെ ഇരുന്ന് എനിക്ക് പിന്നെ നടു കഴിച്ചൊരു കസേര ഇട്ടിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ കസേര ഇട്ട് ഇരുന്നാൽ മതിയായിരുന്നു. വെജിറ്റബിൾസൊക്കെ ഒരുപാട് പാഴിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ റമദാനിൽ അങ്ങനെ വെജിറ്റബിൾസ് അധികം പോവില്ല. എങ്കിലും നമ്മൾ വെക്കും, പിന്നീട് അത് വെച്ചിട്ട് ബാക്കി വരുന്ന എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും, പിന്നെ എടുത്ത് കളയും. ഇതാണല്ലോ നോർമൽ സെറ്റപ്പ്. അപ്പോൾ അത് ഒരുപാട് ഉണ്ടായിരുന്നു എടുത്ത് കളയാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് നേരം ഒന്ന് കണ്ടപ്പോൾ തന്നെ ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഹേസുട്ടിന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഉറക്കിയിട്ടുണ്ടായിരുന്നേ. ദേഹമൊക്കെ കഴുകി ഉറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സമാധാനമായി. ആ നേരം കണ്ട് ഉമ്മച്ചിയായിരുന്നു കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ കേട്ടോ. മരിച്ചീനി വെച്ചിട്ടുണ്ടായിരുന്നു, മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു, തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഐറ്റംസൊക്കെ ആയിട്ട് ചോറും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ തീയലുണ്ടായിരുന്നു. ഇതൊക്കെ ഇരിക്കുകയായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ലോഡ് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ ഉമ്മച്ചി കുക്കിംഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ക്ലീനിങ് ഒക്കെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നേ. റമദാനിൽ ഏറ്റവും വെറുക്കപ്പെട്ടിട്ടുള്ള ഒരു പണി ഇതാണ്, ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് ഒന്നും സെറ്റ് ആവാത്തതുകൊണ്ട് പിന്നീട് ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ദേഹമൊക്കെ മൊത്തത്തിൽ തന്നെ ഫ്രിഡ്ജും വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ കഴുകിയപ്പോൾ തന്നെ ഒരു പരുവായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നേ. കുളിച്ച് വന്നതിന് ശേഷം സംസ്കരിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹേസുട്ട് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ കൂടെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നമ്മുടെ നോമ്പുറക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫ്രഷ് ജ്യൂസ് കുറച്ച് അധികം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇന്ന സമയത്ത് തന്നെ ഹേസുട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഹേസുട്ടിനെ കഞ്ഞി കൊടുക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് കേൾക്കാൻ ടൈം ആയതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം ടേബിളിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഫ്രൂട്ട്സ് ആയിട്ടുണ്ടായിരുന്നത് മുന്തിരി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പേരയ്ക്ക ഉണ്ടായിരുന്നു, ആപ്പിൾ ഉണ്ടായിരുന്നു, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, മുസമ്പി ഉണ്ടായിരുന്നു, പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നേ. ഇന്ന് പൊരിപ്പ് ഐറ്റംസ് ഒന്നും നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇന്ന് വൈകിയായിരുന്നു, അങ്ങ് അത്രയും ടയേർഡായി പോയിട്ടുണ്ടായിരുന്നേ. ഞാനും ഉമ്മച്ചി നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങ് നമ്മൾ മടിച്ചിട്ടുണ്ടായിരുന്നേ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നോമ്പൊക്കെ തുറന്നു. നോമ്പ് തുറന്നതിന് ശേഷം ചറപറ കറണ്ട് പോക്കലായിരുന്നു കേട്ടോ. ഒരു രീതിയിലും മഴയോ ഇടിയോ മിന്നലോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 2-3 ദിവസമായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇന്നങ്ങനെ മഴയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കറണ്ട് പോക്കായിരുന്നു. നമ്മൾ നോമ്പ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ടങ്ങ് കറണ്ട് പോയി തുടങ്ങി. നമ്മൾ നോമ്പ് തുറന്ന സമയത്ത് തന്നെ ഹേസൂട്ടന് ഒരു കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നമസ്കരിച്ചു. ഖുർആൻ ഓതലൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മഗ്‌രിബിന് ശേഷം. അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നീട് കറണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് കഴിക്കാനും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കപ്പയും ചോറും തോരനും അതേപോലെ മീൻകറിയും തീയലും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ചോറൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഹേസൂട്ടൻ്റെ കൂടെ ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നേ. അവൻ കുറേ നേരം ഭയങ്കര ബഹളമായിരുന്നു ചൂടെടുത്തിട്ട്. ആൾക്ക് ചൂടൊട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ബഹളമൊക്കെ ആയിരുന്നേ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ വെച്ചിട്ട് നിഴലിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കളിക്കുന്നത് ഭയങ്കര ദോഷമാണെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇതിലൊക്കെ വല്ല സത്യാവസ്ഥ അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഹേസൂട്ടന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. രാത്രിയിൽ കപ്പയും തീയലും മീനൊക്കെ ആയിട്ടാണ് ഇന്ന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പ്ലേറ്റും കപ്പും പിന്നെ അവന് കുറുക്ക് കൊടുക്കുന്ന ബൗളും പിന്നെ ഒരു ബിബൊക്കെ ഉണ്ട് കേട്ടോ. അതും കൂടി സെറ്റായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ഇവന് 6 മന്ത് ഉള്ളപ്പോൾ തന്നെ ഫുഡ് സോൾഡ് കൊടുത്ത് തുടങ്ങിയ സമയത്ത് തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിലിക്കൻ്റെ കോംബോ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി ഇത് എടുത്തിട്ട്. നാട്ടിൽ വന്നിട്ട് ഞാൻ കൂടുതലും സ്റ്റീൽ പ്ലേറ്റിലൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ വിചാരിച്ചു ഇതിൽ തന്നെ എടുത്ത് കൊടുക്കാമെന്നേ. കാരണം ഇതിൽ നല്ലൊരു സ്റ്റിക്കി ടൈപ്പ് ആയതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ എടുത്ത് തട്ടിക്കളയുന്നുള്ള പേടിയൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിനെ ഇറക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു ചായ കുടിക്കാൻ തോന്നി. അങ്ങനെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാഴയ്ക്കപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. എല്ലാ ദിവസവും നമ്മൾ ആ ഒരു നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കും പൊരിപ്പുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നത്, ഫ്രൈഡ് ഐറ്റംസൊക്കെ. ഇന്ന് വേണ്ടാന്ന് വിചാരിച്ചാണ്. പക്ഷേ ചായ കുടിക്കാൻ തോന്നിയപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് 5 മിനിറ്റിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു വാഴയ്ക്കപ്പമാണ് കേട്ടോ, പഴംപൊരി. അപ്പോൾ അതും ചായ ആയിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നേ. ഹേസൂട്ടന് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. ഹേസൂട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്ക് ഐറ്റമാണ് കേട്ടോ ഈ ഒരു പഴംപൊരി. അപ്പോൾ അത് ഹേസൂട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മളും ചായയൊക്കെ കുടിച്ചു. ആൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആയതുകൊണ്ട് തന്നെ ആർക്കും തരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കെഞ്ചിയൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം പ്ലേറ്റും കൊണ്ട് പൊക്കളഞ്ഞു. പിന്നീട് നമുക്ക് ഓരോന്നായിട്ട് ഓരോരുത്തർ ഇങ്ങനെ കെഞ്ചി ചോദിക്കേണ്ടി വന്നേ ആളടുത്ത്. അങ്ങനെ ഓരോരുത്തർക്കായിട്ട് ഓരോന്നൊക്കെ തന്നു. ഫുള്ളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 1-2 എണ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്ക് തരലായിരുന്നു കേട്ടോ മെയിനായിട്ടുള്ള പണി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും സേഫ് ആണല്ലോ അല്ലേ? എല്ലാവരും സേഫായിട്ട് ഇരിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇക്ക സൗദിയിലാണ് കേട്ടോ. ബഹ്റൈനിലൊക്കെ നല്ല പ്രശ്നം നടക്കുന്നുണ്ടെന്ന് പറയുന്നു. എല്ലാവരെയും കാക്കട്ടുള്ള വീഡിയോ കോളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഹേസൂട്ടന് ഇനി ഉറക്കം വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. കാരണം നല്ലോണം ഉറങ്ങിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ഒക്കെ ചെയ്ത സമയത്ത് ഹേസൂട്ടൻ മാറവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് അവൻ മുമ്പിൽ കയറിയിട്ട് ബൈ പറയാനായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ നാളെ കാണാം. ബൈ.